നമസ്കാരം. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർക്കുള്ള അസുഖമാണല്ലോ മൈഗ്രെയിൻ. മൈഗ്രെയിൻ എന്നത് വെറും കേട്ടറിവ് മാത്രമാണ്. ഇതിന്റെ ചികിത്സാ വശങ്ങളും ദോഷങ്ങളും ഒന്നും നമുക്ക് ആർക്കും അറിയില്ല. ഇതിനെക്കുറിച്ച് സംസാരിക്കാനായി നിംസ് ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റുകളായ ഡോക്ടർ അശ്വതി ശശിധരൻ, ഡോക്ടർ ജോസഫ് യുജീൻ ഈ സെക്ഷനിലോട്ട് സ്വാഗതം ചെയ്യുന്നു. മാഡം, എന്തുകൊണ്ടാണ് മൈഗ്രെയിൻ വരുന്നത്? തലവേദന പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് പ്രൈമറി ഹെഡേക്ക്, മറ്റൊന്ന് സെക്കൻഡറി ഹെഡേക്ക്. പ്രൈമറി ഹെഡേക്ക് എന്ന് പറയുന്നത് മറ്റു കാരണങ്ങളൊന്നുമില്ലാതെ തലവേദന മാത്രമായിട്ട് അനുഭവപ്പെടുക എന്നുള്ളതാണ്. സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ തലച്ചോറിലെ മറ്റ് ചില കാരണങ്ങൾ കാരണം, ഇപ്പം മുഴയാകാം, ബ്ലീഡിംഗ് ആകാം, ഇൻഫെക്ഷൻ ആകാം, പിന്നെ മറ്റെന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഹെഡേക്കാണ് സെക്കൻഡറി ഹെഡേക്ക്. പ്രൈമറി ഹെഡേക്കിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തലവേദനയാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ ചോദ്യം മൈഗ്രെയിൻ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ്. അത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണ് മൈഗ്രെയിൻ എന്തുകൊണ്ട് വരുന്നു എന്ന് പറയുന്നത്. ലളിതമായി പറയുകയാണെങ്കിൽ തലച്ചോറിലെ ചില രക്തക്കുഴലുകളുടെ വികസനത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കാരണം, അല്ലെങ്കിൽ ഈ രക്തക്കുഴലുകളെ ചേർന്നിരിക്കുന്ന ഞരമ്പുകളിൽ ഉണ്ടാകുന്ന ചില രാസപദാർത്ഥങ്ങളുടെ വ്യത്യാസങ്ങളൊക്കെ കാരണമാണ് മൈഗ്രെയിൻ ഉണ്ടാകുന്നത്. അതുണ്ടാവുന്നതിന് പല കാരണങ്ങളുണ്ട്. ജനിതകമായും പാരിസ്ഥിതികമായും ഹോർമോണുകളുടെ വ്യത്യാസമൊക്കെ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളെ കൺട്രോൾ ചെയ്യാം, അതിന് കാരണക്കാരായേക്കാം. സർ, മൈഗ്രെയിൻ തലവേദനയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? മൈഗ്രെയിൻ ഒരു പ്രൈമറി ഹെഡേക്ക് ഡിസോർഡർ അഥവാ തലവേദന മാത്രമാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷണം. മൈഗ്രെയിൻ തലവേദനയുടെ പ്രത്യേകത എന്തെന്നാൽ അതിൻ്റെ ഒരു ഡ്യൂറേഷൻ അഥവാ അത് നീണ്ടു നിൽക്കുന്ന സമയം 4 മുതൽ 72 മണിക്കൂർ, ചില കേസുകളിൽ ഒരു 3 ദിവസം വരെ ആ വേദന നിലനിൽക്കാം. പിന്നെ അത് മിക്കവാറും തലയുടെ ഒരു ഭാഗത്തായിട്ടായിരിക്കും വരുന്നത്. അതിൻ്റെതായ അസോസിയേറ്റഡ്, അതിൻ്റെ കൂടെ ഫോട്ടോഫോബിയ, ഫോണോഫോബിയ, അതായത് ലൈറ്റ് അടിക്കുമ്പോൾ അഥവാ സൗണ്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഇറിറ്റേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വേറെ ഉണ്ടാകുന്നത് ഓക്കാനം അഥവാ ഛർദി എന്നുള്ളതാണ്. മാത്രമല്ല ചിലപ്പോഴൊക്കെ ഈ തലവേദന അല്ലാതെ അതിനു മുമ്പ് വേറെ കുറച്ച് ലക്ഷണങ്ങൾ മൈഗ്രെയിൻ്റെ തന്നെ പാർട്ടായിട്ട് കാണും. അതിനെയാണ് നമ്മൾ ഓറ എന്ന് വിളിക്കുന്നത്. അത് പല രീതിയിലാകാം. ചിലപ്പോൾ കാഴ്ചയിലുണ്ടാകുന്ന വ്യതിയാനം, അല്ല എന്നുണ്ടെങ്കിൽ ഒരു ക്ഷീണം, ശ്രദ്ധയില്ലായ്മ, ഓർമ്മക്കുറവ്, അതെല്ലാം ഇതിൻ്റെ പാർട്ടായിട്ട് വരാം. മാഡം, മൈഗ്രെയിനിന്റെ ചികിത്സാ രീതികൾ എന്തെല്ലാമാണ്? മൈഗ്രെയിൻ്റെ ചികിത്സ പ്രധാനമായും 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. ഈ മേൽപ്പറഞ്ഞ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാൻ ചില കാരണങ്ങൾ ഉണ്ടായേക്കാം. അത് ഓരോരുത്തർക്ക് ഓരോ പോലെയാണ്. അതിനെ ട്രിഗേഴ്സ് എന്നാണ് പറയാം. ചില സാഹചര്യങ്ങൾ ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ കൂടുതലായി ഉണ്ടാകാൻ കാരണമാകുന്നു. പ്രധാനമായും ഉറക്കക്കുറവ്, ചില തരത്തിലുള്ള ഭക്ഷണം കഴിക്കുക, ചിലപ്പോൾ ചോക്ലേറ്റ് ആയിരിക്കാം, ചിലർക്ക് ചീസ് ആയിരിക്കാം, ചിലർ ബട്ടർ ആയിരിക്കാം, ചൈനീസ് ഫുഡ്സ് ആയിരിക്കാം. അങ്ങനെ ചില തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഇതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. പിന്നെ യാത്ര പോവുക, സ്ത്രീകളിലാണെങ്കിൽ ആർത്തവ സമയത്ത് ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ കൂടുതലായി കാണാം. ഇങ്ങനെ പല ട്രിഗേഴ്സ് ഉണ്ടാവും ഓരോ ആളുകളിൽ. ഈ രോഗലക്ഷണങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കിയേക്കാം. അത്തരത്തിലുള്ള ട്രിഗർ എന്താണ് എന്ന് കണ്ടുപിടിച്ച് ഒഴിവാക്കാവുന്ന ട്രിഗേഴ്സ് ആണെങ്കിൽ അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചികിത്സയുടെ ആദ്യത്തെ പടി. പിന്നെ ശക്തമായ തലവേദന വരുമ്പോൾ ഉടനടി ആ വേദന അവസാനിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ പുരോഗമിക്കാതിരിക്കാൻ വേണ്ടി, രോഗലക്ഷണം തുടങ്ങുന്നതിനോടനുബന്ധിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട വേദന സംഹാരികൾ അടങ്ങുന്ന ചികിത്സ. മൂന്നാമതായി വരുന്നതാണ് പ്രൊഫൈലാക്സിസ്. ഈ പറഞ്ഞ ട്രിഗേഴ്സ് ഒഴിവാക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും മാസത്തിൽ 3, 4 അതിലധികമോ തവണ തലവേദന വരികയാണ്, അല്ലെങ്കിൽ തലവേദന നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ കൂടുതലായി ബാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി പ്രൊഫൈലാക്സിസ് ചികിത്സ സ്വീകരിക്കേണ്ടതാണ്. പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്നത് വേദന സംഹാരി അല്ല, മറിച്ച് വേദന വരാതിരിക്കാനുള്ള ഗുളികകളാണ്. അത് പലതരത്തിലുണ്ട്. അത് നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളുടെ രോഗലക്ഷണങ്ങൾക്ക് അനുസരിച്ചാണ് അതിനുള്ള ചികിത്സ തരുന്നത്. ഇപ്പം ഡോക്ടർ പറഞ്ഞതുപോലെ മൈഗ്രെയിൻ വിത്ത് ഓറ, വിത്തൗട്ട് ഓറ 2 തരത്തിലാണ്. ഈ ഓറ എന്ന് പറഞ്ഞാൽ മുന്നോടിയായിട്ടുള്ള ലക്ഷണങ്ങളുള്ള മൈഗ്രെയിൻ ഉണ്ട്, അല്ലാത്തതുണ്ട്. അതിനനുസരിച്ച് ചികിത്സയും വ്യത്യാസപ്പെടാം. അപ്പോൾ പ്രൊഫൈലാക്റ്റിക് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആളുകളാണെങ്കിൽ അത് എടുക്കണം. അത് 3 തൊട്ട് 6 മാസം വരെയൊക്കെ നീണ്ടു നിൽക്കുന്നതാണ് ഈ പ്രൊഫൈലാക്സിസ് ചികിത്സ എന്നുള്ളത്. ഇനി ഇതൊന്നും അല്ലാതെ ഒരു ചെറിയ ശതമാനം ആളുകൾ ചികിത്സയോട്
പ്രതികരിക്കാത്തവരുണ്ട്. അവർക്ക് റെസിസ്റ്റൻറ്റ് മൈഗ്രെയിൻ എന്നാണ് പറയുന്നത്. നൂതനമായിട്ടുള്ള ഒരുപാട് ചികിത്സാ രീതികൾ റെസിസ്റ്റൻറ്റ് മൈഗ്രെയിൻ്റെ ചികിത്സയ്ക്കായിട്ട് ഇന്ന് ശാസ്ത്രത്തിൻ്റെ രംഗത്തുണ്ട്. ബോട്ടോക്സ് ഇഞ്ചക്ഷൻ, സെഫാലി, കുറേ ന്യൂറോ മോഡുലേറ്റഡ് ഡിവൈസസ്, അങ്ങനെ ഒരുപാട് ചികിത്സ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സർ, മൈഗ്രെയിൻ ഉള്ളവർക്ക് ഭക്ഷണത്തിൽ എന്തെങ്കിലും ക്രമീകരണം നടത്തേണ്ടതുണ്ടോ? മുൻപ് പറഞ്ഞതുപോലെ പല കാരണങ്ങളാൽ മൈഗ്രെയിൻ ചിലർക്കൊക്കെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം. അതിനെയാണ് നമ്മൾ ട്രിഗേഴ്സ് എന്ന് പറയുന്നത്. ആ ട്രിഗേഴ്സ് ചിലർക്കൊക്കെ ചില ഫുഡ്സ് ആയിരിക്കും. മാഡം പറഞ്ഞതുപോലെ ചിലർക്കത് കോഫി ആകാം, ടീ ആകാം, അല്ലെങ്കിൽ ചീസ് ആകാം, ചൈനീസ് ഫുഡ് ആകാം. അങ്ങനെ ഈ ട്രിഗേഴ്സ് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ തലവേദന അല്ലെങ്കിൽ മൈഗ്രെയിൻ ഉണ്ടാക്കുന്നവർ ആ ഭക്ഷണ സാധനങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അത് ഒഴിവാക്കുകയാണെങ്കിൽ ഈ ഒരു മൈഗ്രെയിൻ അറ്റാക്സിൻ്റെ ഒരു ഫ്രീക്വൻസി, അതാ മൈഗ്രെയിൻ അറ്റാക്ക് പിന്നെ വരാനുള്ള ചാൻസ് കുറയ്ക്കാൻ സാധിക്കും. അതാണ് ഈ ഒരു മൈഗ്രെയിൻ അസുഖമുള്ളവർ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മാഡം, മൈഗ്രെയിൻ ഒരു അപകടകരമായ രോഗാവസ്ഥയാണോ? മൈഗ്രെയിൻ അപകടകാരിയൊന്നുമല്ല, മറിച്ച് തീവ്രത കുറഞ്ഞതും എന്നാൽ വളരെയധികം തീവ്രത കൂടിയതും ആവർത്തന സ്വഭാവമുള്ള ഒരു തരം തലവേദനയാണ് മൈഗ്രെയിൻ. നേരത്തെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ സെക്കൻഡറി ഹെഡേക്ക് ഉണ്ടെന്ന്. സെക്കൻഡറി ഹെഡേക്കാണ് അപകടകാരിയായിട്ട് നമ്മൾ കാണുന്നത്. അതിൻ്റെ കാരണം ചിലപ്പോൾ തലച്ചോറിനകത്തുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം. ബ്ലീഡിങ് വരാം, ഇൻഫെക്ഷൻ ആകാം, മുഴകളാകാം, അങ്ങനെ ക്ഷതം ഏറ്റതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. അതൊക്കെ കുറച്ച് അപകടകാരികളാണ്. അതിനെ തിരിച്ചറിയാൻ നമ്മൾ സ്കാൻ എടുക്കുകയും തുടർന്നുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ആവശ്യമാണെങ്കിൽ ടെസ്റ്റുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യേണ്ടതുമാണ്. പക്ഷേ നേരെ മറിച്ച് മൈഗ്രെയിനിൽ സ്കാനെല്ലാം നോർമലായിരിക്കും. പൊതുവെ അങ്ങനെ ഒരു സ്കാനിൻ്റെ ആവശ്യമുള്ള ഒരു തരം തലവേദന അല്ല മൈഗ്രെയിൻ. അപ്പം പ്രൈമറി ഹെഡേക്ക് അതിൽ ഉൾപ്പെടുന്ന മൈഗ്രെയിൻ ഒരു അപകടകാരിയല്ല, നേരെ മറിച്ച് നമ്മളെ വിട്ടുപോവാത്ത ഒരു തരം രോഗാവസ്ഥയാണ്. ഒരു പ്രൊഫൈലാക്റ്റിക് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ കുറേ നാളത്തേക്ക് അതിന് ശമനം ലഭിക്കും. കുറച്ച് നാൾ കഴിഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പോൾ അത് വീണ്ടും വന്നേക്കാം. അയ്യോ, അത് വീണ്ടും വന്നല്ലോ എന്ന് നമ്മൾ വ്യാധി പിടിക്കേണ്ട ആവശ്യമില്ല. മൈഗ്രെയിൻ പൊതുവെ അങ്ങനെ പൂർണ്ണമായും വിട്ടുപോകാൻ ചെറിയ പ്രയാസം ചിലപ്പോൾ കാണാറുണ്ട്, ചിലപ്പോൾ വീണ്ടും വരാറുമുണ്ട്. അപകടകാരിയല്ല. തീർത്തും ഒരു വലിയ പരിധി വരെ അതിനെ നമുക്ക് നല്ല തരത്തിലുള്ള ചികിത്സയോടുകൂടെ തടഞ്ഞു നിർത്താനാകും. സർ, സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ മൈഗ്രെയിൻ അമിതമായി വരുമെന്ന് കേൾക്കാറുണ്ട്. അത് ശരിയാണോ? ഈ ഒരു കാര്യത്തിന് നമ്മൾ പിന്നെയും ചിന്തിക്കേണ്ടത് ഒരു ട്രിഗർ അഥവാ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് മൈഗ്രെയിൻ വരുന്നു എന്നുള്ളതാണ്. ചില ആളുകൾക്ക് ഈ ഒരു ഉപയോഗം കൂടുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലൈറ്റ് അടിക്കുമ്പോൾ ചിലർക്കും തലവേദനയും മൈഗ്രെയിൻ അറ്റാക്കും വരാറുണ്ട്. അങ്ങനെ ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. വേണമെങ്കിൽ ഒരു ആൻറ്റി ഗ്ലെയർ സ്പെക്സ് അഥവാ ആൻറ്റി ഗ്ലെയർ അടിക്കാത്ത രീതിയിലുള്ള കണ്ണാടി ഉപയോഗിക്കാം. എന്നാൽ ഈ ലൈറ്റ് അടിക്കുമ്പോൾ തലവേദന വരുന്ന ആളുകളാണെങ്കിൽ അത് ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും, ഒരു പരിധിവരെ പറ്റുന്നിടത്തോളം ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും മൈഗ്രെയിൻ തലവേദന വരാതെ നോക്കാനുള്ള ഒരു ഉപാധി. മാഡം, അമിതമായി തലവേദന വരുന്നവർക്ക് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? മൈഗ്രെയിൻ തലവേദനയുടെ തീവ്രത കൂടുന്നതിന് മുന്നേ കഴിക്കാനായിട്ടുള്ള ടാബ്ലറ്റ്സ് ഡോക്ടർ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരും. അതിൽ വേദന സംഹാരികളും അതല്ലാത്തതുമായിട്ടുള്ള ടാബ്ലറ്റ്സ് ഉണ്ടാകും. അത്തരത്തിലുള്ള കുറച്ചെണ്ണം നിങ്ങളുടെ കൈവശം വെച്ചിരിക്കണം എന്ന് പറഞ്ഞ് ഡോക്ടർ തരുന്നതായിരിക്കും. അത്തരത്തിലുള്ള ടാബ്ലറ്റ്സ് കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ തീവ്രത കൂടുന്നതിന് മുന്നേ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മാർഗം. സർ, മൈഗ്രെയിൻ ഒരു വ്യക്തിക്ക് ഒരു ദിവസം മൊത്തമായിട്ടുണ്ടാകുമോ, അത് വന്നു പോയിക്കൊണ്ടിരിക്കുമോ? മുൻപ് പറഞ്ഞതുപോലെ മൈഗ്രെയിൻ്റെ വേദന 4 മുതൽ 72 മണിക്കൂർ വരെ നിലനിൽക്കാം. ചിലർക്ക് അത് പറഞ്ഞതുപോലെ ഒരു 72 മണിക്കൂർ അഥവാ 3 ദിവസം ഫുള്ളായിട്ടൊരു വേദനയായിട്ട് നിൽക്കാം. അല്ല എന്നുള്ളവർക്ക് ചിലപ്പോൾ അത് പോയി വന്നുകൊണ്ടിരിക്കാം. അത് ഓരോരുത്തരുടെയും ഓരോ ഇൻഡിവിജ്വലിൻ്റെയും രോഗത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോലെയാണ് അത് വ്യത്യാസം വരിക. ചിലർക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നു, എന്നാൽ ചിലർക്ക് അത് ഒരു കുറച്ച് സമയം വേദന വന്നു കഴിയുമ്പോൾ അതങ്ങ് തന്നെ പോകുന്നു. ചുരുക്കത്തിൽ മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത് നമ്മൾ പേടിക്കേണ്ടതായിട്ടുള്ളതോ ഭയപ്പെടേണ്ടതായിട്ടുള്ളതോ ഒരു അസുഖമല്ല. അതിന് കറക്റ്റായിട്ടുള്ള ഡയഗ്നോസിസും അതിന് വേണ്ടതായിട്ടുള്ള ചികിത്സാ രീതികളും അതിന് ഒഴിവാക്കേണ്ടതായിട്ടുള്ള മാർഗങ്ങളും മനസ്സിലാക്കി അത് സ്വീകരിക്കുകയാണെങ്കിൽ ഒരു വലിയ പരിധിവരെ മൈഗ്രെയിൻ തലവേദന വരുന്നതിനെ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കുന്നതായിരിക്കും. മൈഗ്രെയിൻ വേദന മുൻപ് പറഞ്ഞതുപോലെ ഒരു അപകടകാരിയായ ഒരു അസുഖമല്ല, എന്നാൽ വളരെയേറെ ബുദ്ധിമുട്ടിക്കുകയും ആളുകൾക്ക് വളരെയേറെ ഡിസ്ട്രസ് നൽകുകയും ചെയ്യുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ ഫലപ്രദമായ ചികിത്സ വഴി മൈഗ്രെയിനിൽ നിന്ന് മുക്തി നേടുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പോയിന്റ്.
നന്ദി. താങ്ക് യു.